ഏറ്റവും രുചിയുള്ള ഞണ്ട്, അതും ജീവനുള്ള ഇത് വൃത്തിയാക്കി എടുത്ത് നമ്മൾ നല്ലോണം കറി, ഞണ്ട് കറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതിനെ നമ്മൾ ശരിയാക്കി എടുക്കുന്നതാണ് പാട്. ഇതിൻ്റെ ഈ വലിയ കാല് വെട്ടി മാറ്റി ഇത് എല്ലാം വൃത്തിയാക്കി അകത്തുനിന്ന് അതിൻ്റെ അത് കാണിക്കാം, എടുത്ത് കാണിച്ചിട്ട് കറി വെക്കുന്നത് കാണിക്കാം. എല്ലാവരും ഇത് അഷ്ടമുടി കായലും ഇതുപോലുള്ളത് ജീവനോടെ കൊണ്ടുവരാൻ പറഞ്ഞ് നമ്മുടെ അടുത്ത് കായലും എല്ലാം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനം കിട്ടുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കാണിക്കാം. നമ്മള് ഞണ്ട് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഞണ്ട് നമ്മള് നല്ലോണം ഉണ്ടാകണം. അപ്പത്തേക്കിന് കൃഷിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചേക്കുക. 3 ഞണ്ട് വെട്ടി വൃത്തിയാക്കി അതിൻ്റെ കഷ്ണം മാംസം, അതിൻ്റെ കാലെന്ന് പറയുന്നത് അതിനകത്താണ് ഏറ്റവും വലിയ രുചി. ഇത് പൊട്ടിച്ച് എടുക്കുക, എന്നാലേ അത് കഴിക്കാൻ പറ്റും. അങ്ങനെ 3 ഞണ്ടിൻ്റെ വൃത്തിയാക്കി എടുത്ത് ഇനി അതിന് ചേർക്കേണ്ടത് കറി വെക്കാൻ ചേർക്കേണ്ടത് 3 ഞണ്ടിന് തേങ്ങ, പച്ച തേങ്ങ മുളക് പൊടി, പച്ചമുളക് ചേർക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച്, മല്ലിപ്പൊടി 2, വേണമെങ്കിൽ പിന്നെ ചേർക്കാം. അരയ്ക്കുമ്പോൾ അല്പം ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 2, രണ്ട് ചെറിയ സ്പൂൺ കുരുമുളക്, ഒരു പച്ചമുളക്, ഇത്രയാണ് ഇതിന് ചേർക്കാൻ അരക്കുന്ന അരപ്പിൻ്റെ
2 വെളുത്തുള്ളി. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എണ്ണയിൽ നല്ലോണം നല്ല വരുമ്പോൾ കരിയാപ്പില ഒരു 3 കഷ്ണം കൊടമ്പുളി എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് വേണമെങ്കിൽ ശകലം കൂടെ ചേർക്കാം.
വഴറ്റിയതിൽ അരപ്പ് ഒഴിച്ച് നല്ലോണം തിളച്ച് പാല് പൊട്ടിച്ച് ഇനി അടച്ച് ഇത് തിളക്കണം, വേവണം. രണ്ട് കറി റെഡിയായിട്ടുണ്ട്. വെളിച്ചെണ്ണയെല്ലാം കഴിഞ്ഞ് നല്ല മണവും. ഇനി ഇത് വാങ്ങിയിട്ട് കടു പൊട്ടിക്കണം. എണ്ണയൊഴിച്ച് കടുക് എല്ലാം റെഡിയായി. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ അഭിപ്രായം പറയണം. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാൻ സംശയങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പം മനസ്സിലായി റെഡി.